പിന്നെ ഞാനാ കാണിച്ചു തന്നില്ലേ അതാണ് ഷെരീഫിന്റെ പെര. ആ പെര ഉണ്ട നല്ലൊരു പരുത്ത അടിപൊളി പെരയാണ്. ഓൻ ആ പെര വിറ്റിട്ട് കുതിരേനെ വാങ്ങി. ഇപ്പൊ കുതിരയില്ല പെരയില്ലാണ്ടേ എന്താ കാര്യം ഓന്റെ ഒരു കണ്ടജി ആ കാണുന്ന പെരയാണോ ഓന്റെ പെര ചായ്പ്. എന്താ എന്റെ കോട്ടപ്പാടത്ത് മില്ല് തുടങ്ങിയോ? അതിങ്ങനെ സ്റ്റാർട്ടാവണു. ചേട്ടാ ഒപ്പടുത്ത് തുടങ്ങുമോ? ഒരു മാസമായാലും പണിയില്ലായിരിക്കാൻ തുടങ്ങിയത്. ഈ ആഴ്ച കൊണ്ടൊക്കെ ഓപ്പൺ ആക്കാനല്ലേ? നിങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ചോ? ഇന്നെയാണാ പറയണത്? ഇല്ലടാ, ഞങ്ങൾ ശ്രദ്ധിച്ചില്ലേ. എന്താ പറഞ്ഞേ? നിങ്ങൾ കേട്ടില്ല? ഇന്നെയാണാ പറഞ്ഞതേ. പെര വിറ്റു കുതിരനെ വാങ്ങിയപ്പോൾ പെരയില്ല കുതിരയില്ല പറഞ്ഞിട്ട് ചെറുച്ചനെ കേട്ടില്ല നിങ്ങൾ? അത് ശരി. സമീർ കേട്ടില്ലേ? എന്ത് വർത്താനാ ചെറുക്കൻ പറയണല്ലേ? എന്തായാലും അവനാ പറഞ്ഞത് ശരിയില്ല കേട്ടോ. അതന്നെ, അങ്ങനെ ഒരാളും പറയാൻ പറ്റില്ല. ഞാനേ അവൻ്റെ മുതലാളിക്കൊന്ന് വിളിച്ചു പറയട്ടെ. ബിസിയാണ്. ഓൻ ബിസിയാ വരിക. ഒന്നുകൂടി അടിച്ചു നോക്കട്ടെ. ഒന്നുകൂടി അടിച്ചു നോക്കാം എന്തായാലും. ഓൻ ബിസിയാ. ഓൻ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചു നോക്കാരം. 10 മിനിറ്റ് കഴിച്ചട്ടെ. ഓൻ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചില്ല. ഞാനൊന്ന് പോയോക്കട്ടെ കടയ്ക്ക് കേട്ടോ. എന്താണ് ഇജിൻ്റെ പെരടായി കൂടി പോരുമ്പോൾ എന്തെന്നെ പറ്റിയിട്ട് പറഞ്ഞു? ഞാനെന്താ പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മര്യാദക്ക് എന്താന്ന് വെച്ചാ പറഞ്ഞോ, അല്ലെ ജാതി ഇവിടെ ചുരുണ്ടു പോകും. പറഞ്ഞ കേട്ടോ എന്താന്നാ പറഞ്ഞു? എന്താണ് പറഞ്ഞത്? എന്താ പറഞ്ഞോ? ആദ്യം നിങ്ങളെ പൊയ്ക്കോളി. ഞങ്ങളെ പെര വിറ്റു എന്ന് പറഞ്ഞു. പെര വിറ്റു അതെല്ലാവർക്കും അറിയും. 4 കൊല്ലായി. അതല്ല ഇത് ബാക്കി എന്താ പറഞ്ഞ പറയാം. മര്യാദക്ക് പറഞ്ഞോ. ഞാൻ പെര വിറ്റു കുതിരേനെ വാങ്ങി. ഇപ്പൊ കുതിരയില്ല പെരയില്ല എന്ന് പറഞ്ഞു. മേലാക്കഞ്ഞി ഒരു മനുഷ്യനെ പറ്റി യാതി വർത്താനം പറയാൻ നിൽക്കിയത് കേട്ടോ. കേട്ടോ, അതിനുള്ള താക്കീതാണ് കേട്ടോ. ആൾക്ക് കിട്ടിയത് എന്താ ശരി പ്രശ്നം? എന്താണ് ഒന്ന് പറഞ്ഞ എന്താണ്? ബഹുതാക്ക ഇതിൽ രണ്ടാളും പാടെ എൻ്റെ വീടിൻ്റെ കൂടി ഇങ്ങനെ പോരുന്നു. അപ്പം നിങ്ങൾക്ക് അറിയില്ല ഞാൻ എൻ്റെ വീടൊക്കെ വിറ്റിട്ട് ആകെ ഇടങ്ങാറായിട്ട് നടക്കുകയാണെന്ന്. ഇങ്ങോട്ട് ഇവൻ പറയാണ് ഞാൻ വീട് വിറ്റു കുതിരനെ വാങ്ങി, കുതിരയും വീടും വിറ്റു, ഇപ്പോൾ ഒന്നുമില്ലാണ്ട് വലിയ രണ്ടാളും പാടെ ചിരിക്കുക. ഒരു മനുഷ്യന് വിഷമം വരൂലേ? പറ്റൂല, മോശമാണ്. ഒരിക്കലും അങ്ങനെ ഒരു മനുഷ്യനെ പറ്റി പറയാൻ പാടില്ല. ഒരിക്കലും പറയരുത്. ഇപ്പോളേ എൻ്റെ അടുത്തൊന്ന് തെറ്റിന് ആൾക്ക് കിട്ടും. മനുഷ്യന്മാരുടെ അവസ്ഥ മനസ്സിലാക്കണം. ഇതിപ്പോ ഞാനാണെങ്കിലും എൻ്റെ അവസ്ഥ അങ്ങനെ തന്നെ കയറും. ഓരോ മനുഷ്യന്മാരെ ഓരോരോ ഇടങ്ങേറി കൂടി ബുദ്ധിമുട്ടി കൂടിയാണ് നടക്കുന്നത്. ലോണും കാര്യമൊക്കെ ആയിട്ട് ഡ്രസ്സും കാര്യങ്ങളും കാണുമ്പോൾ ആൾക്കാർക്ക് വലിയ പ്രോബ്ലംസാണ്. ഒന്നും ഇല്ലടാ, എല്ലാവരും ഒരേ മനസ്സന്നെ. അപ്പോൾ ആരും കളിയാക്കാൻ നിൽക്കരുത്. എല്ലാവർക്കും വരികയാണ്. ഇനി മേലാക്കം എൻ്റെ അടുത്ത് ഇങ്ങനെ തെറ്റ് പറ്റരുത്. എൻ്റെ അടുത്ത് അല്ല ഒരാരും ഇങ്ങനത്തെ തെറ്റും പറ്റാൻ പാടില്ല.